നമസ്കാരം. പ്രധാന വാർത്തകൾ. പീച്ചി ഡാം നാളെ തുറക്കും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന IMD മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി നാളെ രാവിലെ 9 മുതൽ വെള്ളം തുറന്നുവിടുന്നതാണെന്ന് പീച്ചി ഹെഡ് വർക്കേഴ്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. KSCB ചെറുകിട വൈദ്യുത ഉൽപാദന നിലയം വഴിയും റിവർ സ്ലൂയിസ് വഴിയുമാണ് വെള്ളം തുറന്നുവിടുന്നത്. ഇതിനാൽ മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരത്ത് താമസിക്കുന്നവരും പുഴയോരത്ത് ജോലിയെടുക്കുന്നവരും കർശനമായ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം വൈദ്യുതി നിലച്ചു. യാത്രക്കാർ വലഞ്ഞു. യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരും തിരികെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും കൂടുതലായി എത്തുന്ന ഏറ്റവും തിരക്കേറിയ സമയത്താണ് സ്റ്റേഷൻ ഇരുട്ടിലായത്. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് രാത്രി 7:08 സ്റ്റേഷനിലെത്തുമ്പോൾ വെളിച്ചമില്ലാത്ത സാഹചര്യമായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിന് സമീപവും സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഓഫീസിലും മാത്രമായിരുന്നു ആകെ വെളിച്ചമുണ്ടായിരുന്നതെന്ന് യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു. വെയിറ്റിംഗ് ഹാളുകളിലോ പ്ലാറ്റ്ഫോമുകളിലോ ബൂട്ട് ഓവർബ്രിഡ്ജിലോ വെളിച്ചമുണ്ടായിരുന്നില്ല. വൈദ്യുതി തടസ്സം സംഭവിച്ച് 1 മണിക്കൂർ പിന്നിട്ടിട്ടും സ്റ്റേഷനിൽ വെളിച്ചം പുനഃസ്ഥാപിച്ചിരുന്നില്ല. പ്രായമായവരും കുട്ടികളെ കൊണ്ടെത്തിയവരും ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഇത് ഏറെ ബുദ്ധിമുട്ടിലാക്കി. കൊല്ലം കണ്ണനല്ലൂരിൽ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. മയ്യനാട് താന്നി സ്വദേശി ജേക്കബാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. പ്രദേശവാസികളാണ് കിണറ്റിൽ മധ്യവയസ്കന്റെ മൃതദേഹം ആദ്യം കണ്ടത്. ഇയാളുടെ സ്കൂട്ടറും ആളൊഴിഞ്ഞ വീടിന് സമീപം ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. സംഭവത്തിൽ കൊട്ടിയം പോലീസ് അന്വേഷണം തുടങ്ങി. കോട്ടയത്ത് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഒരാൾക്ക് ദാരുണാന്ത്യം. വൈക്കം തുറവേലിക്കുന്നിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പടിഞ്ഞാറക്കര കോരത്ത് വീട്ടിൽ അനീഷാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പടിഞ്ഞാറക്കര എട്ടുപാറയിൽ ഹരികൃഷ്ണനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. പുലിപ്പീതി. അട്ടപ്പാടിയിൽ സ്കൂളിന് അവധി. അട്ടപ്പാടി മുള്ളി ട്രൈബൽ GLP സ്കൂളിനാണ് അവധി നൽകിയത്. 2 ദിവസമായി സ്കൂൾ പരിസരത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നു. അധ്യാപകരുടെ ക്വാർട്ടേഴ്സിന് മുന്നിലുണ്ടായിരുന്ന നായെ കഴിഞ്ഞ ദിവസം പുലി പിടിച്ചിരുന്നു. പിന്നാലെയാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത്.